പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടപ്പോൾ കയ്യടിക്കുന്ന പോലീസ് സേനാംഗങ്ങളാണല്ലോ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കയ്യടിച്ച് സ്വീകരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണം. അപ്പോൾ എത്രമാത്രം സഹിക്കുന്നുണ്ട് അവർ എന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണം കൃത്യമായും ശരിയായും നടക്കണമെന്ന് അവിടെ പങ്കെടുത്ത പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുത്ത ഓരോരാളും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കയ്യടി. പിണറായി വിജയൻ അവിടെയും നിർത്തുന്നില്ല, തുടരുകയാണ്. അതും കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ്. ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ്. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യം ഇവിടെ പറഞ്ഞു. പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക, ഇത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ ഒരു കാര്യമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളടക്കം സ്റ്റാഫ് പാറ്റേണുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനും ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ദുരന്തം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക പ്രാവീണ്യമുള്ളൊരു വിഭാഗവും അത് കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളൊരു വിഭാഗവും നമ്മുടെ പോലീസ് സേനയിൽ വേണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ച പ്രത്യേക ആവശ്യങ്ങളുണ്ട്. അവയെല്ലാം ഉചിതമായ രീതിയിൽ പരിഗണിക്കുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ആധുനിക കാലത്തിൻ്റെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ കഴിവുള്ള സേനയായി കേരള പോലീസിനെ മാറ്റി തീർക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിന് നിങ്ങളെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.
രണ്ട് സമയത്താണ് കയ്യടി ലഭിച്ചിരിക്കുന്നത്, അതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ. ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ കേരള പോലീസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. അതിൽ പുഴുക്കുത്തുകളുണ്ട്, പുഴുക്കുത്തുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കിയവർ അവരുടെ എണ്ണം ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ പോലീസ് സേനാംഗങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, അവരുടെ തൊഴിലിടം ശാന്തമായി ജോലി ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അത് എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇത്ര നിറഞ്ഞ കയ്യടി ലഭിച്ചിരുന്നില്ല പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്ത പോലീസുകാരിൽ നിന്ന്, സേനാംഗങ്ങളിൽ നിന്ന്. ഇപ്പോൾ മാത്രം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം എന്ന് വെച്ചാൽ പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറിനെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും എന്ന് പറയുമ്പോൾ കൈയടിച്ചു പോലീസ് സേനാംഗങ്ങൾ. എന്ന് വെച്ചാൽ അന്വേഷണം കൃത്യമായും ശരിയായും നടക്കണമെന്ന ആഗ്രഹം പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് പോലുമുണ്ട്. പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ അച്ചടക്കം മുന്നിലുണ്ടായതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. കേൾക്കുന്ന വിവരങ്ങൾ, അവർ തന്നെ നേരിട്ട് നടത്തിയ കാര്യങ്ങൾ ഒക്കെയുണ്ട് അവരെ മുന്നിൽ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കേസുകൾ അട്ടിമറിച്ചത്, PV അൻവർ പറഞ്ഞ സംഭവം, കൊലപാതക കേസുകൾ വരെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്, ഒരന്വേഷണവും എവിടെയും എത്താതെ അവസാനിപ്പിച്ച നിരവധി കേസുകളുണ്ട് എന്ന്, അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അതിലെല്ലാം ഇടപെട്ടത് MR അജിത് കുമാറാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത് PV അൻവർ. PV അൻവർ സാധാരണക്കാരനല്ല, അദ്ദേഹം MLA ആണ്, ജനപ്രതിനിധിയാണ്. എന്തിനേറെ പറയുന്നു, അദ്ദേഹം ഭരണപക്ഷത്തുള്ള MLA കൂടിയാണ്. ഭരണപക്ഷത്തുള്ള MLAക്ക് പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച്. അത് പറഞ്ഞതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം വരുമ്പോൾ വലിയ കയ്യടി കിട്ടുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതൊക്കെ സത്യമാണ്, ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന്. അതിനുശേഷം രണ്ടാം തവണ അദ്ദേഹത്തിന് കയ്യടി ലഭിക്കുന്നത് PV അൻവർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് നടപടിയെടുക്കും, അതേക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അച്ചടക്ക ലംഘനം പോലീസ് സേനയിൽ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല, അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആൾ എത്ര ഉന്നതനായാലും അദ്ദേഹത്തിന് എതിരെ, ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴാണ് കയ്യടി ഉയർന്നത്. പോലീസുകാരുടെ മനസ്സിൽ ഏതാണ് ആ ഉദ്യോഗസ്ഥൻ എന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ പത്തനംതിട്ട SP ആയ സുജിത് ദാസ് തന്നെയാണ്. സുജിത് ദാസിനെതിരെയും ഗുരുതരമായ ആരോപണം ഉയർത്തിയിരുന്നു PV അൻവർ. ആരോപണം ഉയർത്തുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം PV അൻവറിനോട് അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത് PV അൻവർ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപേക്ഷിക്കുകയാണ്, താഴ്ന്ന് കേഴ്ന്ന് അപേക്ഷിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഞാൻ DGP വരെയാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഞാൻ DGP വരെയാകുന്ന ഘട്ടത്തിലെല്ലാം അങ്ങയ്ക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാം, അങ്ങയോടൊപ്പം ഉണ്ടാകും, അങ്ങ് എനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കണം എന്ന്. എന്തിനാണ് അങ്ങനെ അദ്ദേഹം താണുകേണ് അപേക്ഷിക്കുന്നത്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും താണുകേണ് അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഒരു MLAയോട്? അങ്ങനെ താണുകേണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനു പിറകിൽ ഒരു സത്യമുണ്ട്. ആ സത്യം പുറത്തു വന്നാൽ സുജിത് ദാസ് കുടുങ്ങും. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടന്നാൽ കാര്യങ്ങൾ കുളമാകും. അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരനാണ് എന്നാണ് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണം. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുകൾ, അതിനൊക്കെ പിറകിൽ ഉള്ളത് സുജിത് ദാസാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു PV അൻവർ. അദ്ദേഹം നേരത്തെ കസ്റ്റംസിലായിരുന്നു സുജിത് ദാസ്. അതിനുശേഷം അവിടെ നിന്നാണ് IPS എഴുതിയെടുത്ത് കേരള കേഡറിലേക്ക് വരുന്നത്. അതുകൊണ്ട് കസ്റ്റംസിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ഉപയോഗിച്ച്, കസ്റ്റംസിലെ ആ പഴയ ബന്ധം ഉപയോഗിച്ച് വിമാനത്താവളത്തിൽ വെച്ച് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടികൂടില്ല. അത് പുറത്തേക്ക് പോകാൻ അനുവദിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. പുറത്തേക്ക് പോകാൻ അനുവദിച്ചാൽ അത് ഏറ്റെടുക്കുന്നത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് കൊണ്ടുപോകുന്നത്, സംരക്ഷണം നൽകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ വിഹിതം പറ്റുന്നത് പോലീസ് ഉദ്യോഗസ്ഥരമാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഇവർക്കൊക്കെ വരുമാനമുണ്ടാകുന്നത് എന്ന്, കിലോ കണക്കിന് സ്വർണമാണ് ദിവസവും കടത്തുന്നത് എന്ന് ഇത് പറയുന്നത് MLA ആണ്.
PV അൻവർ MLA ആണ്, ഭരണകക്ഷിയുള്ള MLA ആണ്. അപ്പോഴാണ് ആ കേസ് പിൻവലിക്കണേ, എന്നെക്കുറിച്ച് ഒന്നും പറയല്ലേ, എനിക്ക് സമാധാനമായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു SP തന്നെ രംഗത്ത് വരുന്നത്, IS ഉദ്യോഗസ്ഥൻ MLAയോട് താണ് കേണ് അപേക്ഷിക്കുന്നത്, അതിൽ സത്യമുണ്ടാകില്ലേ? അതേക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ പോലീസ് സേനയിലെ അംഗങ്ങൾ കൈയടിക്കുന്നുണ്ട് എങ്കിൽ ആ വിവരങ്ങൾ മുഴുവൻ പോലീസ് സേനയിലെ അംഗങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരുന്നില്ലേ? അച്ചടക്കം പാലിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ അവരത് പുറത്തു പറയാതെ ഇരിക്കുന്നത്? പുറത്തു പറഞ്ഞാൽ അവരുടെ ജോലി പോകും എന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ നടപടി നേടേണ്ടി വരും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചെറുത്ത് നിൽക്കാൻ സാധാരണ പോലീസുകാരന് കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മാസങ്ങൾക്കകം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആരാണോ പറഞ്ഞത്, നടപടി ഉണ്ടാകും, പുറത്തു പോകേണ്ടി വരും എന്ന കാര്യം, പണി പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ, നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചത് അവരുടെ വികാരമാണ്, അവരുടെ മനസ്സിലുള്ള കാര്യമാണ്, അവർ അറിയുന്ന കാര്യമാണ്. അതാണ് അവിടെ വിജയിക്കുന്നത്. എന്ന് വെച്ചാൽ പുഴുക്കുത്തുകളുണ്ട് പോലീസിൽ, ആ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥവും കൂടിയാണ് ഈ 2 അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ മുഖ്യമന്ത്രി ചെയ്തത്. അത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പൊതുവേദിയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതും ചർച്ചയായിട്ടുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങൾ സാധാരണ മുഖ്യമന്ത്രി പരസ്യമായി നടത്താറില്ല. എന്തുകൊണ്ടാണ് പരസ്യമായി നടത്തിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾ അറിയട്ടെ, അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അറിഞ്ഞ് നടപടിയെടുത്താൽ മാത്രമേ ഇനിയുള്ളവർക്ക് ഭയമുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പരസ്യമായി നടപടി പ്രഖ്യാപിക്കാൻ, അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.